കൂടുമാറ്റം ഒരു പാർട്ടിയിൽ നിന്ന് എതിർചേരിയിൽ പോവുക, സ്ഥാനാർത്ഥിയാവുക, അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, എന്തുകൊണ്ടാണ് കേരളത്തിൽ മുമ്പില്ലാത്ത വിധം എല്ലാ പാർട്ടികളിൽ നിന്നും, സി പി എമ്മിൽ നിന്നൊക്കെ അങ്ങനെ ആളുകൾ പോകുന്നത് അത്യപൂർവമായിരുന്നു, പക്ഷേ സി പി എമ്മിൽ നടക്കം ഇത്തവണ അങ്ങനെ എതിർചേരിയിലേക്ക് ആളുകൾ പോവുകയും സ്ഥാനാർത്ഥിയാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു? എല്ലാ രാഷ്ട്രീയത്തിലും ആ തരത്തിലേക്കുള്ള വലിയ അപജയം ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ കാണുമ്പോൾ ഈ ആയാറാം വേറാം വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വളരെ കുറവായിരുന്നു എന്നുള്ളത് സത്യമാണ്. മറ്റുള്ള പാർട്ടികൾ ഇഷ്ടം പോലെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു റേറ്റ് വെച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇപ്രാവശ്യം ചിലയിടത്തൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്നതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന കർശനമായി പാലിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. അതായത് ഒരു കമ്മിറ്റിക്ക് ഒരാൾ താമസിച്ചു വന്നാല് അയാളോട് പുറത്തു നിൽക്കാൻ പറയും. ആ കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണോ ആ ആള് പറയും, നിങ്ങൾ താമസിച്ചാണോ, അന്ന് സമയത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് പുറത്ത് നിൽക്കാൻ പറയും. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ആ കമ്മിറ്റി അവസാനിക്കുന്നത് വരെ അയാൾ പുറത്ത് തന്നെ നിൽക്കണം. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം. അതിലൊക്കെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഭരണഘടന പരിപൂർണമായിട്ടും കർശനമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്റെ കുഴപ്പം. അപ്പൊ കേഡർമാരെ വളർത്തിയെടുക്കുന്നതിൽ വന്നിട്ടുള്ള ചില പെശകുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സംഭവിക്കുന്നത്. CPI എന്ന് പോയ ആള് കോൺഗ്രസില് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു പോയി. അവിടെ കിട്ടാഞ്ഞപ്പോ അടുത്ത് ചാടിയേക്കുന്നു BJP-യിലേക്ക്. ഇത് വലിയൊരു തമാശയായിപ്പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട്. അത് CPM സംഭവിച്ചാലും അത് തന്നെ തമാശയാണ്. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേതൃത്വത്തിയിരിക്കുന്നവര് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത് കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കണം. അത് ഏറ്റവും താഴത്തെ കമ്മിറ്റി മുതൽ ഏറ്റവും മുകളിലത്തെ കമ്മിറ്റി വരെ പാലിച്ചിരിക്കണം. പിന്നെ കേഡർമാരെ മനസ്സിലാക്കുന്നതിൽ ചില പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ശശിയുടെ കാര്യമൊക്കെ, ശശി ചെയ്തു എന്ന് പറയുന്ന തെറ്റ് എന്താണ്, തീവ്രതയോ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ അതിനെ പറ്റിയിട്ട് എടുത്ത നടപടിയൊക്കെ ശരിയായിരുന്നോ, അത്ര മതിയായിരുന്നോ? അന്നേ ശശിയെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്നീ നാണക്കേട് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്താൽ ഒരു കുഴപ്പവും വരില്ല. അതായത് സൂചി കൊണ്ട് എടുക്കാനുള്ള അവസാനം തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരും എന്ന് പറയില്ലേ, അങ്ങനെ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ടുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇത് സംഭവിക്കാതിരിക്കാൻ കർശനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭരണഘടന അനുസരിച്ച് വേണം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പാർട്ടിക്ക് കാലങ്ങളിലായിട്ടുണ്ടായ മാറ്റം, അത് എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുന്നത് എന്നതുകൂടിയാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ തരത്തിൽ എല്ലാ പാർട്ടികളിലെയും അണികൾക്ക് ഈ തരത്തിൽ നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ ഏത് പാർട്ടിയായാലും ആ പാർട്ടി തിരുത്തിപ്പോവും. അല്ലാതെ നേതാക്കൾ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് അതിന് ന്യായീകരിക്കാൻ നിന്നാൽ ആ ഏത് പാർട്ടിയായാലും ക്രമേണ ഇത്തരം അവസ്ഥകളിലേക്ക് വീഴുകയും ചെയ്യും. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കേരളത്തിൽ അത്യപൂർവമായി നടക്കുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ സാർവത്രികമായ ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീർത്തും ലജ്ജാകരമാണ്, അപമാനകരമാണ്. നമുക്കറിയാം, ഇപ്പോ ആശയവും ആദർശവും എന്നല്ല, അത് പ്രസംഗിക്കാനുള്ള ചില വാക്കുകൾ മാത്രമായി അധപ്പതിച്ചു പോയിട്ടുണ്ടോ എന്ന് നാം സംശയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാവില്ല. ആ രീതിയിലാണ് നേതാക്കൾക്കൊക്കെ ഇപ്പോൾ അധികാരവും പദവികളും ഒക്കെയാണ് വേണ്ടത്. അതിനുവേണ്ടി ഏത് വൃത്തികെട്ട നിലയിൽ തരം താഴാനും അവർ സന്നദ്ധരാകുന്നു എന്നതിന്റെ മകുട ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ പറയുന്ന ഇതൊക്കെ അവകാശവാദങ്ങളായിരുന്നു. പാർലമെന്ററി ജനാധിപത്യം, പാർലമെന്ററി വ്യാമോഹം എന്ന് തുടങ്ങിയ ആ കടിച്ചാൽ പൊട്ടാത്ത ആ വാക്കുകൾ ഉച്ചരിച്ച അവർ തന്നെയാണ് ഈ അധപ്പതനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം ആളുകളെ അകറ്റി നിർത്തണം. അത് ഏത് രാഷ്ട്രീയത്തിൽ നിന്ന് വന്നാൽ, കോൺഗ്രസിൽ നിന്നാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണെങ്കിലും മറ്റിതര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണെങ്കിലും അവരെ അകറ്റി നിർത്താനുള്ള തന്റേടവും ആർജവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അവരെ ഒറ്റപ്പെടുത്തി കളയണം. എങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ഈ ഒരു ബുദ്ധി തോന്നാതിരിക്കുകയുള്ളൂ. ഭാവിയിൽ ആ ഒരു ചിന്താഗതിയിലേക്ക് ഒരു നേതാക്കളും പോകാതിരിക്കാനും അതേ നിവൃത്തിയുള്ള ആ രീതിയിലേക്ക് വരണം. ഇതെന്താണ്, ഒരു സ്ഥലത്ത് അധികാരം കിട്ടിയില്ല എന്നാണ് മറുകണ്ഠം ചാടുക, അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാധാകൃഷ്ണനാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഹലോ. അതെ,
ഞാൻ ഓക്കെ, രാഷ്ട്രീയ കൊല്ലത്തുമുണ്ട്. താങ്കൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മി ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു. കൊട്ടാരക്കരയിൽ ദീർഘകാലം CPM-ന്റെ നേതാവായിരുന്ന ഐഷ പോറ്റി അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. പല ഭാഗങ്ങളിലും ഇതുപോലെ എല്ലാവർക്കും എടുക്കാൻ ഉദാഹരണങ്ങളുണ്ട്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മാറ്റം? അധികാര മോഹമാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഈ ഐഷാപതിക്ക് പോകാതെ കിട്ടാവുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ട് എല്ലാം കിട്ടിയ അവസാനം ലൈറ്റ് വെച്ച വണ്ടി കിട്ടാത്തതിന്റെ അനുഭവം ഉണ്ടായപ്പോൾ ഓടിപ്പോയി. പോയി എങ്കിലും അവിടെ ഇപ്പൊ തോറ്റു നോക്കിയുള്ളൂ. അത് വേറെ കാര്യം. രാഷ്ട്രീയ അധികാര മോഹികളാണ്. ജി സുധാകരൻ കിട്ടാവുന്ന ആനുകൂല്യം മൊത്തം മേടിച്ചു. ശശി പോയി. ശശിയുടെ കാര്യം എന്തോ ശശിയുടെ പേര് ഇല്ലാത്ത ആവശ്യമില്ല. ഒരുപാട് കേസും കാര്യങ്ങളും വരുമ്പോൾ പാർട്ടി വിട്ടു പോവുക. പാർട്ടി വിട്ടു പോയിട്ട് ജനങ്ങളെ വിട്ടികളാക്കിയാണ്. ഇവരൊക്കെ ഓടി ചെല്ലുമ്പോൾ എടുക്കുന്നതാണ് ഏറ്റവും വലിയ വിട്ടിത്തരം. ഇങ്ങനെയുള്ള ഈ അവസരമാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയനാണ്, കൊല്ലത്തു നിന്നാണ്. ശ്രീ വിജയൻ, ഇങ്ങനെയൊക്കെ അവസാന നിമിഷം പാർട്ടി മാറി എതിർചേരിയിൽ ഒരു നാണക്കേടുമില്ലാതെ അവരുടെ കൊടിയും പിടിച്ച് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എത്രയെങ്കിലും ആളുകൾ, അവരെ എങ്ങനെയാണ് ജനം കൈകാര്യം ചെയ്യുന്നത്? നമസ്തേ സാറേ. നമസ്തേ. എനിക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ഇത്രയും കാലം അതിനകത്ത് സഹിച്ചു നിന്ന് അവര് പിന്നെ അല്ലാതെ എന്താ ചെയ്യേണ്ടുന്നത്? അവര് ഈ പാർട്ടിക്കകത്ത് പിന്നെ എന്താണ് ചെയ്യുന്നത്? ഒരാളല്ലല്ലേ, രണ്ടാളല്ലല്ലേ, മൂന്നാളല്ലല്ലേ, എത്ര പേരാ മാറിയത്? അത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും വ്യക്തിപരമായ വ്യക്തി സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉള്ളതല്ലേ. പിന്നെ മാറേണ്ട സമയത്ത് മാറേണ്ടി വരും. ഞാൻ 50 കൊല്ലമായിട്ട് ഒരു പാർട്ടി നിൽക്കുന്ന ആളാ ഞാൻ ഈ പറയുന്നെങ്കിലും ഉള്ള കാര്യം നമ്മൾ പറയും. അപ്പോൾ താങ്കൾ കട്ടായം തോന്നുന്നു അല്ലേ? ശരി, ഓക്കെ. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ കൂടുമാറ്റക്കാരെ കാണുന്നത്? ഇത് ശരിയാക്കാരനെയാണെങ്കിൽ അധികം എടുക്കുമായിരുന്നില്ല. താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. തന്നെ തെറ്റിദ്ധാരണയുടെ പേരിലാണ് മാറുന്നത്. ശരി, ശ്രീ സാമുവലാണ്, ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? സ്ഥാനാർത്ഥി കിട്ടിയില്ലെങ്കിൽ നേരെ മറുകണ്ഠം ചാടുക, അവരുടെ സ്ഥാനാർത്ഥിയാവുക. എല്ലാ പാർട്ടിയിൽ നിന്നും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. ജനസേവനമാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെയും മുഖമുദ്രയായി തീരേണ്ടത്. ആ ജനസേവനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.